മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെല്ലേലും മറിമായം ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എങ്ങും വേസ്റ്റ് ഇടരുത്. ആ ചുമയുടെ ഗുളിക കഴിഞ്ഞു. ചുമയുടെ ഗുളിക കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ചുമക്കും. ഞങ്ങൾക്കൊക്കെ ഉണ്ട് ചുമ. ഇത് മഞ്ഞുകാലല്ലേ, ഞങ്ങൾ ആരും മരുന്ന് കഴിക്കുന്നൊന്നും ഇല്ലല്ലോ. അതെ, ഇന്ന് 10 മണിയാവുമ്പോഴെങ്കിലും പോയിട്ട് ആ പെൻഷന്റെ പേപ്പർ ശരിയാക്കി വരണം. നീയും കൂടെ എന്റെ കൂടെ വല്ല ഞാൻ അവിടെ എവിടെയെങ്കിലും തല ഇറങ്ങി വീഴും. ആ, തല ഇറങ്ങി വീണാൽ കുഴപ്പമൊന്നുമില്ല. 10 എണീറ്റ് വന്നാ മതി. ഞാൻ വന്നാ എനിക്ക് ഇവിടെ കട തുറക്കണ്ടേ? അതെ, വേറെ ആരും പറഞ്ഞ കേക്കില്ല. പറഞ്ഞ കേക്കണ ആ ഒരു കുട്ടിയേ ഉള്ളൂ. അയ്യോ, വേറെ നല്ല മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ. പോയി പറ അങ്ങോട്ട്. 20 രൂപയുണ്ട്, ബാക്കി 8 രൂപ കൃത്യം എന്റെ കയ്യിൽ കൊണ്ടു തരണം. ഇതുണ്ടാവില്ല അമ്മ, ഒരു 50 ഉറുപ്പ്യ കൊണ്ടാ. 50 രൂപ എന്തിന്? പിടിക്ക്, എനിക്ക് സമയം പോണു. ബാഗ് എവിടെ? ബാഗ് എവിടെ വെച്ച്? എന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിലാ കിടക്കണം. അതിനാ ഇതൊക്കെ ഇവിടെ വച്ചിരിക്കണം. തോന്നി എടുത്ത് കിടും. മോളെ മോളെ, ഓ എന്താ? എനിക്ക് ശ്വാസം മുട്ടില് കൂടുന്നുണ്ട്. അകത്തേക്ക് കിടത്ത്. അകത്ത് കിടക്കാനൊന്നും പറ്റില്ല. അവളെ ഞാൻ പ്രസവിക്കാൻ കിടത്തിയിരിക്ക. ആരെ? എന്റെ ജൂലിയെ. ഓ പട്ടി. തഹസിൽദാരുടെ ഓഫീസാ. സർക്കാർ ആശുപത്രി ഇവിടെ നിന്ന് ഇനിയും പോണ 1 കിലോമീറ്റർ. അവിടെ പോയെന്ന് ചുമക്കിട്ടോ. ഇതെന്താ ഇത്? നല്ല ചുമയുണ്ടല്ലോ. ഇതൊക്കെ എന്തിനാ? അത് പെൻഷൻ അപേക്ഷിക്കാനാ. പെൻഷനോ? ഇനിയോ? ആ, പെൻഷൻ എല്ലാം അപേക്ഷിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ? അങ്ങനെ പറയരുത്. മകൻ മരിച്ചു, എന്റെ മകൻ മരിച്ചു. അതിന്റെയാണ്. മോൻ സർവീസിലിരുന്നാണോ മരിച്ചേ? സർവീസിലിരുന്നിട്ട് മരിച്ചു. മരിച്ചെന്നുള്ളതിന് എന്താ തെളിവ്? മരിച്ചതിന് തെളിവുണ്ട്, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ പഞ്ചായത്തിൽ 3-4 തവണ കയറി ഇറങ്ങിയിട്ട് കിട്ടിയതാ. അല്ല, മോൻ മരിച്ചതിന് നിങ്ങൾക്ക് എങ്ങനെയാ പെൻഷൻ കിട്ടണേ? ഞാൻ അവന്റെ അച്ഛനല്ലേ. പെൻഷൻ മോന്റെ ഭാര്യക്ക് അവകാശപ്പെട്ടതാ. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ മോൻ മരിച്ചിട്ട് എത്ര നാളായി? മരിച്ചിട്ട് ഇപ്പൊ ഒരു 3-4 ആഴ്ചയായി. ആഹാ, അമ്മാവൻ കൊള്ളാലോ. ചെതല തീ അണയണേന് മുമ്പ് പെൻഷൻ എന്ന് പറഞ്ഞു വന്നേക്കുക. അങ്ങനെ പറയല്ല മോളെ. പിന്നെ ഇതിനൊക്കെ എങ്ങനെയാ പറയണ്ടേ? അത് ഇതിപ്പോ മനസ്സിൽ വിചാരിച്ചിട്ട് വന്നതൊന്നുമല്ല. വീട്ടിലേക്ക് കയറാൻ പാകില്ല. മൂത്ത മകനും ഒരു പിശാചി പോലുള്ളൊരു മരുമകളുമാണ്. അവർ 2 പേരും വീട്ടിൽ നിന്ന് ഭയങ്കര കുത്തല്. അത് സഹിക്കാൻ വയ്യാണ്ട ഞാൻ മോൻ്റെ പെൻഷന് വേണ്ടി വന്നതാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താ. അമ്മാവനൊരു കാര്യം ചെയ്, ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് ഇതേ അവിടെ സാറിരിപ്പുണ്ട്, ആ സാറിന്റെ അടുത്തോട്ട് കാണിക്കേ. വേറെ ആളെ കാണണോ? ശരി മോളെ, ഇതൊരു ഓഫീസാണ്. ചോദിക്കുന്നത് ശരിയല്ല എന്ന് അമ്മാവനറിയാം. അതൊന്നും സാരല്ല, ചോദിച്ചോ. എന്നാലും ഞാൻ ചോദിക്കാണ്. ചോദിച്ചോ. ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഇല്ലെന്നേ. ഒരു 50 ഉറുപ്പ്യ ഉണ്ടാവുമോ തരാൻ? എന്റെ അമ്മാവ എന്റെ കയ്യിൽ വിടുന്ന കാശ്. ഇല്ലെങ്കിൽ വേണ്ട, ചോദിച്ചേ ഉള്ളൂ. വേറെ ആരോടെങ്കിലും ചോദിക്കട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാറേ, ഞാൻ എൻ്റെ മോൻ്റെ പെൻഷന്റെ അപേക്ഷ തരാൻ വേണ്ടി വന്നതാ. എന്തായാലും അത് കൊള്ളാം. മോന്റെ പെൻഷന്റെ പേപ്പർ ശരിയാക്കാൻ അച്ഛൻ വന്നിരിക്കുന്നു. പെൻഷൻ കിട്ടിയ ദിവസം തന്നെ മോൻ കിടപ്പിലായോ? മോൻ മരിച്ചു, ഭാര്യയുമില്ല.
അപ്പൊ എന്തായാലും ഈ അപേക്ഷ ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. അതെന്താ? എല്ലാ രേഖകളും ഉണ്ട് സാറേ. ഇതിനകത്ത് പ്രധാനപ്പെട്ട രേഖയില്ല. എല്ലാം ഇതിനകത്തുണ്ടല്ലോ. എൻ്റെ അമ്മാവ സർവീസിലിരിക്കുമ്പോൾ മകൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പെൻഷന്റെ അവകാശം അവൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. അപ്പൊ വെള്ള പേപ്പറിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്ന് ഒരു അപേക്ഷ തയ്യാറാക്കണം. എന്നിട്ട് അതിന്റെ താഴെ രണ്ടുപേരും ഒപ്പിടണം. ഒപ്പിട്ടിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുത്ത ഏറ്റവും പുതിയ ഫോട്ടോ അത് ഈ അപേക്ഷയിൽ ഒട്ടിക്കണം. എന്നിട്ട് ആ ഫോട്ടോയുടെ കന്നിമൂലയ്ക്ക് ഗസറ്റ് ഓഫീസറെ കൊണ്ട് പച്ച മഷിയിൽ പച്ച കുത്തിക്കണം. പിന്നെ അതിന്റെ താഴെ സീലടിക്കാൻ മറക്കരുത്. ഇതെല്ലാം ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ശരിയാക്കി തരാം. ഇതാണ് ഉദാരീകൃത കുടുംബ പെൻഷന്റെ വകുപ്പ്, അതായത് ലിബറലൈസ്ഡ് ഫാമിലി പെൻഷൻ. സാറേ, എന്റെ ഭാര്യ മരിച്ചിട്ട് 3 കൊല്ലായി. അതിനെന്താ തെളിവ്? തെളിവുണ്ട്. എന്ത്? എൻ്റെ ഭാര്യ വിലാസിയുടെ അകാല നിര്യാണത്തിൽ. അയ്യോ, ഇത് നമ്മുടെ നാട്ടുകാർക്ക് ഓസിന് ഇഡ്ഡലി തിന്നാൻ കൊടുക്കുന്ന ഫ്രീ പാസ്, സഞ്ചാര കാർഡ്, ഇത് പോരാ. അതായത് പഞ്ചായത്തിൽ ചെന്നിട്ട് ഭാര്യ മരിച്ചു എന്നുള്ളതിൻ്റെ മരണാനന്തര സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരണം. എന്നാലേ ബാക്കി കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും. അപ്പൊ ഞവള് മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേറെ വേണം. അത് പഞ്ചായത്തിൽ നിന്ന് മേടിച്ചിട്ട് വരണം. എല്ലാം എടുത്തിട്ട് മേടിച്ചിട്ട് വാ. എൻ്റെ എല്ലാ സമ്പാദ്യവും ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തു. എനിക്ക് 2 സെന്റ് ഭൂമി ഇപ്പോൾ ഉള്ളൂ. അതിലൊരു ചായ്പ് കെട്ടിയിട്ട് ആ ചായ്പിലാണ് ഞാൻ കിടക്കുന്നത്. മക്കളൊക്കെ വലിയ വലിയ നിലയിലാണ്. അവരുടെ ഭാര്യമാർക്കൊക്കെ എന്തെങ്കിലും കനിവ് തോന്നിയിട്ട് അവർ തന്നാൽ വല്ലതും കഴിക്കും. മരുന്നിന് പോലും പൈസ ഇല്ല. അവരെ ഞാനിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാറുമില്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഈ പെൻഷൻ്റെ പൈസ ഒന്ന് ശരിയായി കിട്ടിയാൽ മരുന്നിനെ അവർ ശല്യപ്പെടുത്തണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതൊന്നും ശരിയാക്കി തന്നാൽ വലിയ ഉപകാരം. ഓ, എൻ്റെ അമ്മാവ അങ്ങനെയൊന്നും പറയരുത്. ഇന്നത്തെ കാലത്ത് മക്കളെ മരുമക്കളെയൊക്കെ സോപ്പിട്ട് നിൽക്കണം. അമ്മാവനെ പോയിട്ട് ഇതിൻ്റെ യഥാർത്ഥ രേഖകളൊക്കെ ശരിയാക്കി ഏതെങ്കിലും മക്കളുടെ കയ്യിൽ കൊടുത്തു വിട്. പിന്നെ പോണതിന് മുമ്പ് മേലുദ്യോഗസ്ഥനെ ഒന്ന് കണ്ടിട്ട് പോ. കാണണോ? പോയി കണ്ടിട്ട് പോ. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നാലായി. കാണാം. സാറേ, ഇതൊരു ഓഫീസാണ്. ചോദിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണേ, എന്തേ സാറിൻ്റെ കയ്യിൽ ഒരു 50 ഉറുപ്പ്യ ഉണ്ടാവും തരാൻ? നമ്മുടെ മേലുദ്യോഗസ്ഥനുണ്ടല്ലോ, ഭയങ്കര ദാനശീലന. അങ്ങോട്ട് പോയി ചോദിച്ചാൽ മതി, തരും. കൊരയുണ്ട്, ശ്വാസം പൊട്ടലാണ് സാർ. അതാണ്. സുഖമില്ല. ഞാൻ എൻ്റെ മകൻ ജോലിയിലിരിക്കുമ്പോൾ മരിച്ചുപോയി. അപ്പൊ അവന്റെ പെൻഷന്റെ കാര്യം ശരിയാക്കാൻ വേണ്ടി വന്നതാ. അത് ശരി. അപ്പൊ അതിന്റെ ഈ പേപ്പറുകളും രേഖകളും ഒക്കെ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അതെ, ആ സാറ് വന്നിട്ടൊന്ന് കാണാൻ പറഞ്ഞു. ഈ മരിച്ച മകനെ കൂടാണ്ട് പിന്നെ വേറെ മക്കളുണ്ടോ? മക്കളുണ്ട്. 6 പേരുണ്ട് ഇപ്പോ. അപ്പൊ ആണെത്ര പെണ്ണെത്ര? 4 ആണുങ്ങള്, 2 പെണ്ണുങ്ങള്. പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു, അതിൽ കുട്ടികളൊക്കെ ആയി. ആണുങ്ങളും കല്യാണം കഴിച്ചു, അവരൊക്കെ നല്ല നല്ല നിലയിലാണ്. ഞാനിപ്പോ ഒരു ചായ്പിലാ താമസം. ഒരു ചായ്പിലാണ്, ആരും നോക്കണമെന്നില്ലേ. അപ്പൊ നീ പെൻഷൻ കിട്ടിയ ഒരു കാര്യമായാലും. മക്കളുണ്ടല്ലോ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്താണ് ചെയ്യണത്? അവർക്ക് എന്താണ് വരുമാനം? ഓരോ ഭാര്യമാർക്ക് എന്താണ് വരുമാനം? പിന്നെ നിങ്ങളിപ്പോ താമസിക്കണ എവിടെയാണ്? അത് ഏത് മക്കളുടെ അടുത്താണ് താമസിക്കണ വെച്ചെങ്കിൽ? അതെ, അല്ല ഞാൻ പറഞ്ഞാണ്, അത് എവിടെ വെച്ചത് അവരുടെ. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് എഴുതിയിട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ കൊണ്ടുവരണമെന്നില്ല. നിങ്ങളിപ്പോ എവിടെ താമസിക്കണ വെച്ചാൽ അവരുടെ മകന്റെ അടുത്ത് കൊടുത്തു വിട്ടാൽ മതി. സാറേ, ഇതിപ്പോ ഒരു ഓഫീസാണ്, ചോദിക്കാൻ പാടില്ല എന്നറിയാം. എന്നാലും ഞാൻ ചോദിക്കാണ്. നിങ്ങളുടെ ഒരു 50 ഉറുപ്പ്യ ഉണ്ടാവും തരാനായിട്ട്? ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നാ? വീട്ടുകാര്യം നോക്കണം, കുട്ടിയുടെ കാര്യം നോക്കണം, കടയിലെ കാര്യം നോക്കണം. ഇതൊന്നും പോരാഞ്ഞ് നിങ്ങളുടെ അച്ഛന്റെ കാര്യം നോക്കണം. ഇനി ഈ പെൻഷന്റെ കാര്യം ഞാൻ തന്നെ പോണോ ശരിയാക്കാൻ? എടി, അങ്ങേര് വഴി കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ വേണം സമാധാനം പറയാൻ. നിങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ മക്കളായിട്ടുള്ളത്. ഇനിയിപ്പോ വരും ചാവുമ്പോ, എന്നിട്ട് നെഞ്ചത്തോട്ട് 5 ഇടിയും കൂക്കി വിളിയായിട്ട് അയ്യോ എന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് കിടന്ന് കുറഞ്ഞാ മതിയല്ലോ. എടി, ഒന്ന് പതുക്കെ പറയടി, നാട്ടുകാർ കേൾക്കും. കേക്കട്ടെ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അച്ഛനെ പോയി കൊണ്ടുപോവാ. എന്തോന്ന്? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അച്ഛനെ പോയി കൊണ്ടുവരേ. 4 വർത്താനം അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. അയ്യോ, പറയാത്ത കുഴപ്പമില്ല. അച്ഛൻ ഇത് എവിടെ പോയി കിടക്കായിരുന്നു?
ഞാൻ ആ പെൻഷന്റെ കാര്യത്തിന് ആഫീസ് വരുന്നു പോയതാണ്. ഇനിയിപ്പോ അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അമ്മയല്ലല്ല സർവീസ് ഇരുന്ന് മരിച്ചത്. അതൊക്കെ വേണ്ടി വരും. അച്ഛൻ പോയി കിടന്നു. ആ അയ്യോ, അതെ, ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ആ ചുമയുടെ ഗുളിക തീർന്നു. അതൊക്കെ പിന്നെ വാങ്ങിക്കാം. വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ എന്നെ കൊടുക്കും. അയ്യോ, ഇനി അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് എന്തിനാ? ബലി ഇടാനോ? എടി ഞാൻ നാളെ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയായി കൊണ്ടുവരാം. നീ മറ്റന്നാ പേപ്പേഴ്സും സർട്ടിഫിക്കറ്റും ആയിട്ട് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. ആ, ഇപ്പൊ അതും എന്റെ തലയിലായി. കാര്യമൊക്കെ ശരി തന്നെ. ഇനി പെൻഷൻ തുക കിട്ടുമ്പോ ഇവിടുന്ന് മൂത്ത മോളെ കാണണം, രണ്ടാമത്തെ മോളെ കുഞ്ഞിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയാ അവിടെ തന്നെ അങ്ങ് നിർത്തിക്കോണം. എടി ഞാൻ അച്ഛനെ എവിടെ പിടിച്ച് നിർത്തിയിരിക്കണം എന്തിനാണ് നിനക്കറിയാമോ? ആ, എന്തിനാ? അനിയന്റെ PF, ഗ്രാറ്റുവിറ്റി, LIC, SLI തുക ഇതെല്ലാം കൂടെ എത്ര വരുമെന്നാണ് നിന്റെ വിചാരം? അതൊക്കെ ഒന്ന് കൈ കിട്ടട്ട്. എന്നിട്ട് എഴുന്നേക്കാൻ പറ്റാതാകുമ്പോ നമുക്ക് അച്ഛനെ എവിടെയെങ്കിലും കൊണ്ടുവന്നാക്കാം. ആക്കണം. അകത്തേക്ക് ഇരിക്കേട്ടാ. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അളിയൻ ഇവിടെ ഉണ്ടായിരുന്ന അപ്പൊ സൈറ്റിലൊന്നും പോയില്ലേ? പഴയതുപോലെ പറ്റുവളിയാ. അച്ഛനാണെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ തന്നെ വേണം. കളയാൻ ഒക്കുവോ? ഒന്നാമത് അമ്മയില്ല, അനിയൻ മരിച്ചതിന്റെ മനപ്രയാസം വേറെ, രോഗം, പിന്നെ എന്തൊക്കെയുണ്ടോ അളിയാ വിശേഷം? ആ അങ്ങനെ അങ്ങ് പോണു. കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യണു? സുഖമായിരിക്കണം. അതെയാ? മാമ ഒരു ദിവസം മക്കളുടെ അടുത്ത് വരുമെന്ന് പറയണം. ഞാനേ അച്ഛനൊരാഴ്ച വീട്ടിൽ കൊണ്ടേ നിർത്താൻ വന്നാ. അയ്യോ, അത് ഞാൻ സമ്മതിക്കൂല. അത് പറഞ്ഞാൽ പറ്റില്ല. കുട്ടികളൊക്കെ അച്ഛനെ കാണണം പറഞ്ഞിട്ട് ആകെ വായിച്ചു. ഇന്നലെ ഒരു രസം ഉണ്ടായി. രാത്രി രമ എഴുന്നേറ്റ് ഇരുന്നിട്ട് പൊരിഞ്ഞ കരച്ചില്. എന്തിനാ? അച്ഛനെ സ്വപ്നം കണ്ടെന്നും പറഞ്ഞിട്ട് ഒരു പോളെ കണ്ണടക്കാൻ അയച്ചില്ല. ഇന്ന് ലീവ് എടുത്തിട്ട് ഞാൻ അതിനായിട്ട് വന്നാ. അച്ഛനെവിടെ? അതെന്താന്നറിയോ ചേട്ടാ, അച്ഛനാണെങ്കിൽ കൃത്യസമയം ചെക്കപ്പ് ചെയ്യണം, മരുന്ന് കൊടുക്കണം. ഇതൊന്നും പോരാഞ്ഞിട്ടോ ഞാൻ തന്നെ ഭക്ഷണം എടുത്തു കൊടുക്കണം. ഈ ചേട്ടൻ കൊടുത്താ പോലും കഴിക്കൂല. കുഞ്ഞുങ്ങളുടെ മനസ്സാ. സത്യമാണ് അളിയാ. അളിയ ഞാൻ ചിട്ടയോടെ മരുന്ന് നേരത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് നോക്കിക്കോളാം. അത് വേണ്ട അളിയാ. ഞങ്ങൾ നോക്കി കുഴയുമ്പം അച്ഛനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാം. അച്ഛന്റെ മൂത്ത മകനാ ഞാൻ അച്ഛനെ അച്ഛാന്ന് ആദ്യം വിളിച്ചത്. ഒറ്റ ആഴ്ച മതി അളിയ, അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കൊടുന്നാക്കാം. ഇതിപ്പോ എന്താ ഒരാഴ്ചത്തെ ഒരു സ്നേഹം? അല്ല, ഒരാഴ്ച കുട്ടികളൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഒന്ന് മാറുമല്ലോ. അല്ല, കൊച്ചളിയന്റെ പേപ്പറിന്റെ കാര്യമൊക്കെ എന്തായി? അതിന്റെ കാര്യം അളിയ അറിയേണ്ട അളിയാ. അതിന്റെ ആനുകൂല്യമൊക്കെ അച്ഛന് കിട്ടി. കിട്ടിയോ? എന്നിട്ട് എന്തായാലും ഞങ്ങളോട് പറയാത്തത്? അച്ഛൻ ചാവട്ടെ, എന്നിട്ട് എല്ലാവരും അറിയിക്കാം. ആ അങ്ങനെയാണല്ലേ. എന്നാ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റാന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ നോക്കി. സുഖതാ. ആ ഇത്രയും വന്നിട്ട് നീ അച്ഛനെ കാണാതെ പോവാ? അല്ല, അച്ഛനകത്ത് കിടന്നുറങ്ങാവുന്ന കരുതി. അച്ഛൻ ഇവിടെയാണോ കിടക്കണേ? ഓ, ഇപ്പൊ ഇവിടെ തന്നെ കിടക്കല്. അതേ, അവനറിയണ്ട, ഞാൻ കൂടെ വരാം. അതെ, ഞാൻ പിന്നെ വന്ന് കൊണ്ടുപോവാ. എന്നാ ഒരു 50 ഉറുപ്പ്യ അച്ഛന് താ. ഹലോ. ആ ആ അതിലും നല്ല ഇവിടെ കിടക്കുന്നതല്ലേ. എൻ്റെ അനിയൻ സർവീസ് ഇരുന്ന് മരിച്ചായിരുന്നു. അപ്പൊ അവന്റെ പെൻഷൻ പേപ്പർ ശരിയാക്കാൻ വേണ്ടിട്ട് വന്ന. അനിയനോ? അനിയൻ മരിച്ചിട്ട് നിങ്ങൾ വന്നാ അങ്ങനെ അനിയന്റെ ഭാര്യനോട് വരാൻ പറയണം. അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അനിയന്റെ അച്ഛനോടും അമ്മേനോടും വരാൻ പറയണം. അച്ഛൻ പലതവണ ഇവിടെ കയറി വന്നായിരുന്നു. ആണോ? ആ, നോക്കട്ടെ, അപേക്ഷ നോക്കട്ടെ. അച്ഛൻ ഒരുപാട് തവണ ഇവിടെ വന്ന് ഒരുപാട് തവണ വന്നായിരുന്നെങ്കിൽ. ഓ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നിങ്ങളുടെ കൂടെയാണോ അച്ഛൻ താമസിക്കുന്നത്? അതെ അതെ. നിങ്ങൾ സമയത്തിന് അച്ഛന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടോ? എന്താ മേഡം അങ്ങനെ ചോദിച്ചേ? ചോദിച്ചതിന് ഉത്തരം പറ. എന്നെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. ഞങ്ങളെ അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാറമടയിലൊക്കെ ജോലി എടുക്കാൻ പോയിട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ടു വേണം, ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു അച്ഛൻ. അല്ല, നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. അച്ഛൻ നിങ്ങളുടെ കൂടെ തന്നെയാണോ താമസിക്കുന്നത്, അതോ അച്ഛനെ വല്ല കൂരയും കിട്ടി മാറ്റിയാണോ താമസിപ്പിച്ചേക്കുന്നത്? അതെന്താ മേഡം അങ്ങനെ ചോദിച്ചത്? ഞാൻ കോൺട്രാക്ടറാണ്. അപ്പൊ ഞാൻ വീടൊക്കെ വെച്ചു, AC വെച്ചു, ഒരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും വീട്ടിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. അച്ഛന് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം. അപ്പോൾ AC ഒക്കെയാണ്. അപ്പൊ അച്ഛന് ഇപ്പൊ വയ്യാതെ കുറച്ച് പ്രായമായല്ലോ അച്ഛൻ. അപ്പോൾ പ്രായമായതുകൊണ്ട് അച്ഛൻ ഈ AC-ലൊക്കെ കിടന്ന് ഉറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പുറത്തൊരു ചെറിയൊരു ചായ്പ പോലെ ഒരു സംഭവം ഇങ്ങനെ കെട്ടി അച്ഛൻ്റെ അച്ഛൻ എല്ലാ സൗകര്യം അവിടെ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് AC പറ്റാഞ്ഞിട്ടാണ്. അതുകൊണ്ട് അച്ഛൻ വന്നിട്ട് വല്ലതും പറഞ്ഞോ മാഡത്തിന്? ഒന്നും പറഞ്ഞില്ല, മനുഷ്യനെ കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ.
അങ്ങനൊന്നും പറയുന്ന ആളല്ല. എന്താ ജോലി എന്താന്ന് പറഞ്ഞ? കോൺട്രാക്ടറാണ്. കോൺട്രാക്ടറാണ്. സാറേ, എന്താ? പെൻഷന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഒരു അമ്മാവൻ വന്നില്ലേ, മറ്റേ മകൻ മരിച്ച കേസില്? ആ ആ ആ ആ. അതിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നേക്കുന്നതാ. ഓ ഓ ഓ. കോൺട്രാക്ടറാ. കോൺട്രാക്ടർ വരൂ. മേഡം സാർ ഇരിക്കും. അനിയൻ സർവീസിൽ ഇരുന്ന് മരിച്ചായിരുന്നു സാർ. കോൺട്രാക്ടർ കോൺട്രാക്ടർ. മാസം 10,000-2,000 രൂപ ലാഭം കിട്ടുമോ? 2000 രൂപ സാറേ. 2000 രൂപ കൊണ്ട് ഇക്കാലത്ത് വല്ലതും നടക്കുമോ? ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. വൈഫിന് എന്താ ജോലി? വൈഫിന് റെഡിമെയ്ഡ് ബിസിനസ് ആണ്. 10,000 രൂപ ലാഭം കിട്ടുമോ? സാറ് ചുമ്മാ കളിയാക്കല്ലേ. 1000 രൂപ റെഡിമെയ്ഡ് ബിസിനസിന് ലാഭം. ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് വെച്ചേക്കുന്നതിൽ 16,000 രൂപ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അത് കാര്യമൊക്കെ ഉണ്ട് സാർ. ഞാൻ കാര്യമൊന്നും ആക്കുന്നില്ല. പിന്നെ അനിയൻ മരിച്ചിട്ട് എത്ര വർഷമായി? അയ്യോ, ഇമോഷണൽ ആവണ്ട, നമുക്കിതിൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ്. എത്ര വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു അനിയന്? സർവീസ് എത്ര വർഷത്തെ ഉണ്ടായിരുന്നു? 14 വർഷത്തെ അല്ലേ? ഈ ലോൺ എന്തെങ്കിലും എടുത്തിട്ടുള്ളതായിട്ട് അറിയാമോ? ലോൺ അവൻ അങ്ങനെയുള്ള ആളല്ല. അവൻ ഒരു ലോണും എടുത്തിട്ടില്ല. ആ, അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കാൻ വലിയ താമസം ഉണ്ടാവില്ല. ഇന്ന് തന്നെ നടക്കുമോ സാർ? പിന്നെ ഇപ്പം തന്നെ നടത്താന്നേ. അതെ. തഹസിൽദാർ ഒന്ന് കണ്ണടയ്ക്കണം. കണ്ണടയ്ക്കണം. ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, ഇന്നലെ ഉറങ്ങിയില്ല, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. തഹസിൽദാർ ഒന്ന് മനസ്സ് വെക്കണം. അത് മനസ്സ് വെപ്പിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ മിടുക്ക. എങ്കിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കും. തഹസിൽദാറിനെ പോയി കണ്ടിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കും. താങ്ക് യു സാർ. അച്ഛന് കിട്ടേണ്ട പെൻഷന്റെ കാര്യത്തിനാണ്. ആ ആ ആ. അവിടെ ഒപ്പിട്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഒപ്പിടണോ? സാറ് സംഗതി ഞാൻ ഒപ്പൊക്കെ ഇടാ, പക്ഷെ പെൻഷൻ കിട്ടൂല. അയ്യോ എന്ത് സാറേ? കിട്ടൂല, യോഗ്യതല്ല. അയ്യോ സാറേ, ഞാൻ കോൺട്രാക്ടറാണ്. അതിന് അച്ഛന്റെ മകനാണ് സാറേ മരിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. സർവീസ് ഇരുന്നപ്പം ജോലിക്ക് പോയ ദിവസം. നിയമപ്രശ്നങ്ങളുണ്ടോ? അതുകൊണ്ടാണ്. എന്ത് നിയമപ്രശ്നം? എന്റെ ഒരു സുഹൃത്ത് സർവീസ് ഇരുന്ന് മരിച്ച്, അവന്റെ ഭാര്യയ്ക്ക് ഫാമിലി പെൻഷനും കിട്ടി, അവന്റെ മകന് ജോലിയും കിട്ടി. അപ്പോഴോ? കിട്ടും. ഇനി സർവീസിലിരുന്ന ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത അവരുടെ അവകാശികൾക്ക് പെൻഷനും കിട്ടും, ജോലിയും കിട്ടും. പക്ഷേ അവിവാഹിതനായ ഒരാളുടെ കാര്യം പ്രശ്നമാണ്. സാർ ഒരു കാര്യം ആലോചിക്കണം. എന്റെ അച്ഛന് അവൻ മാത്രമേ മകനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എന്റെ അച്ഛന്റെ അവസ്ഥ എന്താവുമായിരുന്നു? എന്താ അപ്പൊ ഇതിനേക്കാൾ സുഖമായിട്ട് മൂപ്പര് ജീവിച്ചായിരുന്നു. കണക്ക് പ്രകാരം നിങ്ങളുടെ അച്ഛന് പെൻഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ പറയല്ലേ സാറേ? പറയല്ലേ, പറഞ്ഞ ഞങ്ങൾക്ക് വലിയൊരു വീടൊക്കെ അല്ലേ? വലിയ വീടല്ല. ആ, നിങ്ങളുടെ ഭാര്യക്ക് ഒരു പറ്റിക്കൽ റെഡിമെയ്ഡ് കട? പറ്റിക്കലല്ല, ടിപ്പിക്കൽ. ആ, അതന്നെ, ടിപ്പിക്കൽ ഒപ്പിക്കൽ ഒക്കെ അറിയാം. അപ്പൊ ഞങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ഫാമിലിനെ വെൽ സെറ്റിൽഡ് ഫാമിലി എന്ന് പറയും. അങ്ങനെ വെൽ സെറ്റിൽഡ് ഫാമിലി താമസിക്കുന്ന നിങ്ങളുടെ അച്ഛന് തഹസിൽദാരായ എനിക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരാനുള്ള ഒരു വകുപ്പുമില്ല. സാറേ എന്നെക്കാൾ വലിയ നില താമസിക്കുന്ന എത്ര ആൾക്കാർക്ക് ഇത് കിട്ടുന്നുണ്ട്? പിന്നെ എനിക്കെന്താണ് കുഴപ്പം? അത് 2011 വരെയുള്ള ധനകാര്യ വകുപ്പിന്റെ GOP നമ്പർ 326/2011 വരെയുള്ളവർക്കാണ്. മരിച്ച ആളിന്റെ മക്കൾ ആരും കാശിന് വകയില്ലാത്തവരായിരിക്കണം എന്നാണ് വ്യവസ്ഥ. സർക്കാരിന്റെ പുതിയ വയോജന നിയമം അനുസരിച്ചിട്ട് വാർഷിക വരുമാനം 15,000-ൽ കൂടുതൽ കവിയാൻ പാടില്ല എന്നാണ്. സാറേ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഒരു കൂലി വേലക്കാരന് പോലും ഒരു വർഷം 15,000-ന് മേളിൽ കൂടും വാർഷിക വരുമാനം, ഇല്ലേ? അത് ശരിയാണല്ലോ. അപ്പം അവന്റെ വീട്ടിലുള്ള ഒരു സർക്കാർ ജീവനക്കാരൻ മറിഞ്ഞു വീണ് ചത്ത അവനൊന്നും കിട്ടൂലേ? കിട്ടൂല. ഇതൊന്നും നമ്മൾ രണ്ടാളും ഇവിടെ ഇങ്ങനെ ഇരുന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ പെൻഷൻ സംഘടനകളും ഇങ്ങനെ ഡൈ ചെയ്തിട്ട് നരച്ച തല ഇങ്ങനെ ഡൈ ചെയ്തിട്ട് കറപ്പിച്ച് നടക്കുന്ന സീനിയർ സിറ്റിസൺസും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതിനിപ്പോ സാറിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇക്കടെ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ പെൻഷൻ കാര്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഈ നിയമങ്ങളൊക്കെ ശരിയാവണം. അല്ലാണ്ട് ഇവരൊക്കെയാണ് അതിന്റെ പിന്നാലെ അത് ഉസാറാക്കി എടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഇവിടെ ഈ വരണവരനായിട്ട് ഞാൻ തർക്കിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ എന്നോട് തർക്കിച്ചിട്ട് എന്താ കാര്യം?
അച്ഛന്റെ അവസ്ഥ സാറ് മനസ്സിലാക്കണം സാർ. അപ്പൊ നിങ്ങളിപ്പോ താമസിക്കുന്ന വീടും ബസ്സും ആരുടെയാണ്? അല്ല അതിപ്പോ എനിക്ക് തന്നു, അച്ഛൻ തന്നു. വീടും ബസ്സും നിങ്ങൾക്ക് തന്നു അല്ലേ? അതിനടുത്ത് ഒരു 2 സെന്റ് സ്ഥലമുണ്ട്, അത് അച്ഛൻ ആർക്കും കൊടുത്തിട്ടില്ല. അത് കാരണം മൂപ്പർക്ക് കിടക്കാൻ സ്ഥലമുണ്ട് അല്ലേ? അപ്പൊ അതിൽ ആ 2 സെന്റ് സ്ഥലത്ത് ഒരു വെയിറ്റിംഗ് സെറ്റ് ഉണ്ടാക്കിയിട്ട് അച്ഛൻ ഞങ്ങൾ അതിൽ കയറ്റിയേക്കാണ്. അത് വെയിറ്റിംഗ് ഷെഡ് അല്ലേ സാറേ? അല്ല, വെയിറ്റിംഗ് സെറ്റ് പോലത്തെ ഒരു പെര അതിലല്ലേ കയറ്റിയേക്കണത്? കിടത്തിയിട്ടില്ലേ? കിടത്തിയിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞത്. അപ്പൊ ആ സ്ഥലത്തിന് അച്ഛനൊരു സെപ്പറേറ്റ് വേറൊരു റേഷൻ കാർഡ് ഉണ്ടാക്കണം. എന്തിനാണ് സാറേ സെപ്പറേറ്റ് റേഷൻ കാർഡ്? അച്ഛൻ ഇപ്പൊ ഓൾറെഡി റേഷൻ കാർഡ് ഉണ്ടല്ലോ. റേഷൻ കാർഡിന്റെ ഉപ്പും കടയിലാണല്ലോ. അപ്പൊ ഇപ്പൊ വേറെ സ്ഥലത്ത് 2 സെന്റ് സ്ഥലത്താണല്ലോ മൂപ്പര് പുര വെച്ചിട്ട് അതിലാണല്ലോ നിങ്ങൾ കിടത്തിയേക്കണത്. അതിന്റെ പേരിലൊരു റേഷൻ കാർഡ് ഉണ്ടാക്കുക, പുതിയൊരു റേഷൻ കാർഡ് ഉണ്ടാക്കുക. അതിനൊക്കെ കാലതാമസം എടുക്കൂല സാറേ. അതൊന്നും നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ഈ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പുതിയൊരു വരുമാന സർട്ടിഫിക്കറ്റും അതിന്റെ നിയമ നടപടികൾ എന്താ വെച്ചാൽ അതൊക്കെ ഞാൻ ചെയ്തു തരും. അത് ഞാൻ ചെയ്തു തരും. പക്ഷെ അതിനൊരു കാര്യമുണ്ട്. ഒരു 40,000 ഉറുപ്പ്യ നിങ്ങൾ ഇവിടെ എത്തിക്കണം. 40,000 ഉറുപ്പ്യ നിങ്ങൾ ഇവിടെ എത്തിക്കണം. ഞാൻ എൻ്റെ അച്ഛനെ നോക്കണ്ടേ? മരിച്ചു പോയ അനിയന്റെ PF, LIC, പിന്നെ പ്രതിമാസം കിട്ടുന്ന പെൻഷന്റെ തുക, ഈ വക കായ കൂടിയിട്ട് ഏകദേശം ഒരു 3 മീതെ വരും. അതെയോ? ആ അല്ല, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ള കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോ നിങ്ങളുടെ മറ്റ് സഹോദരങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ മാതിരി പെട്ടെന്നൊരു റേഷൻ കാർഡൊക്കെ ഉണ്ടാക്കി പേപ്പറുകളൊക്കെ ശരിയാക്കി അച്ഛനോട് എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞ് ഒപ്പിച്ചത് ഒപ്പിട്ട് അങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോയ വായം പൊളിച്ചിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത്രയും കാലം ഞാൻ ഈ ഓല സെറ്റിൽ അച്ഛനെ കെടുത്തിയത് വെറുതെ ആയല്ലോ എന്ന് അപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല. അയ്യോ, പൈസ ഞാൻ നാളെ തന്നെ കൊണ്ടുവരാം. അതാ ഞാൻ പറഞ്ഞത്, കൊണ്ടുവരാം. കാര്യം 1 വർഷമായി അച്ഛനെ നോക്കി, ഞാൻ നോക്കുന്നു. 1 വർഷമായി. 1 വർഷം? 1 വർഷമല്ലേ ആയിട്ടുള്ളൂ? ഇപ്പൊ എത്ര പ്രായം? 38. അതുവരെ അച്ഛനല്ലേ നോക്കിയത്? 1 വർഷം നോക്കി, വലിയ സങ്കടം ഇല്ലേ? അതൊക്കെ ശരിയാക്കുക എന്തായാലും. പൈസ ഞാൻ കൊണ്ടുവരും. കൊണ്ടുവരണോ? വേറെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ സാർ ഇത്രയും പറഞ്ഞാൽ മതി, അച്ഛൻ എന്റെ പൂർണ്ണ സംരക്ഷണയിലാണ് കഴിയണെന്നുള്ളത് സാറ് പറഞ്ഞാൽ മതി. 40,000 രൂപ ഞാൻ സാറിന് കൊണ്ടുവരാം. ഒക്കെ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ആ കായ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട രീതിയിൽ ഞാൻ ശരിയാക്കി തരാം. ആ റേഷൻ കാർഡും വരുമാന സർട്ടിഫിക്കറ്റും എല്ലാ ഇടപാടുകളും ഞാൻ ശരിയാക്കി തരാം. അല്ല, അനക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 2 ആമക്കള്. 2 ആമക്കളല്ലേ? അപ്പൊ അച്ഛൻ കിടക്കുന്ന ആ ഓലസെഡ് അച്ഛൻ മരിച്ച പൊളിക്കണ്ടാട്ടോ. അതെന്ത് പറ്റി സാറേ? അനക്കാവശ്യം വരുടോ. ന്യായം മായം മാനം മുട്ടും പണമുണ്ടേലും മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും ബില്ലേലും മറിമായം ചുമ്മാ